ഹായ് എവരിവൺ. നമ്മൾ വൺ ഡയമെൻഷണൽ അറേ എങ്ങനെയാണ് അതിനകത്തേക്ക് വാല്യൂസിനെ ഇടുന്നത്, അതിനകത്ത് ഒരു പ്രോഗ്രാം ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്ന കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് വളരെ കോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഒരു അരേ, ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു കോൺസെപ്റ്റ് ഒന്നുമല്ല. ഒരു അരയുണ്ട്, ആ അരയിൽ നമ്മളിപ്പോൾ ഒരു കുറേ വാല്യൂസിന് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടാകും. സോ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അരയ്ക്കകത്ത് കിടക്കുന്നത് ഇപ്പോൾ ഒരു അരേ, ആ അരയ്ക്കകത്ത് ഒരു ഇൻറ്റിജർ അരയാണ് നമുക്ക് കിടക്കുന്നത്. 6, 4, 1, 9, 7, 3, 2, 8 എന്ന് പറയുന്ന ടൈപ്പിലുള്ള കുറേ വാല്യൂസ് കിടക്കുന്ന ഒരു അരയാണെന്ന് വിചാരിക്കുക, റാൻഡം ആയിട്ടുള്ള കുറേ വാല്യൂസ്. സോ ഇവിടെ എനിക്ക് 3 എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് എനിക്ക് സെർച്ച് ചെയ്യണം. അങ്ങനെയുള്ളൊരു പ്രോബ്ലമാണ് കിട്ടുന്നത് എന്ന് വിചാരിക്കും. സോ ഇവിടെ ഒരു എലമെൻറ്റിനെ നമ്മൾ സെർച്ച് ചെയ്യാനായിട്ട്, സോ ഇവിടെ നമ്മൾ ലീനിയർ സെർച്ച് എന്ന് പറയുന്ന ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ അരയ്ക്കകത്ത് കിടക്കുന്ന വാല്യൂസിനെ നോക്കി, ഈ വാല്യൂസിനകത്ത് 3 എവിടെ കിടക്കുന്നു എന്നുള്ളത് ഞാൻ ഓരോ വാല്യൂസും നോക്കിയായിരിക്കും ഞാൻ വരുന്നത് ലീനിയർ സെർച്ച് എന്ന് പറയുന്ന മെത്തേഡിൽ. സോ ഞാൻ ഏറ്റവും ആദ്യം ഞാൻ നോക്കും, എൻ്റെ കീ എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 ആണ്. സോ ഏറ്റവും ആദ്യം അരയ്ക്കകത്ത് കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 6 എന്ന് പറയുന്ന വാല്യൂ ആണ് കിടക്കുന്നത്. സോ 3ഉം 6ഉം ഈക്വൽ ആണോ എന്ന് ഞാൻ നോക്കും. 3ഉം 6ഉം ഈക്വൽ അല്ല, അത് കാരണം കൊണ്ട് ഞാനത് വിട്ടു. ഞാൻ തൊട്ടടുത്ത് കിടക്കുന്ന വാല്യൂയിലേക്ക് ഞാൻ മൂവ് ചെയ്തു അരയുടെ. സോ തൊട്ടടുത്ത് കിടക്കുന്നത് 4 എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ ഞാൻ അവിടെ നോക്കും 3ഉം 4ഉം ഈക്വൽ ആണോ. 3ഉം 4ഉം ഈക്വൽ അല്ല, സോ അത് കാരണം കൊണ്ട് ഞാൻ അതും വിട്ടു. തൊട്ടടുത്ത വാല്യൂസിലേക്ക് ഞാൻ പോയി, അവിടെ കിടക്കുന്നത് 1 ആണ്. സോ 3ഉം 1ഉം ഈക്വൽ ആണോ. 3ഉം 1ഉം ഈക്വൽ അല്ല, സോ അത് ഞാൻ നോക്കി, അത് രണ്ടും ഈക്വൽ അല്ല. സോ അതിനെ ഞാൻ വിട്ടു, തൊട്ടടുത്തതിലേക്ക് പോയി, അവിടെ കിടക്കുന്ന വാല്യൂ 9 ആണ്. സോ 3ഉം 9ഉം ഈക്വൽ ആണോ. സോ ആ 3ഉം 9ഉം ഈക്വൽ അല്ല, ഞാൻ അവിടെ നിന്ന് പിന്നെയും ജമ്പ് ചെയ്തു. കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന വാല്യൂ 7 ആണ്. 3ഉം 7ഉം ഈക്വൽ ആണോ. 3ഉം 7ഉം ഈക്വൽ അല്ല, സോ അതിനുശേഷമുള്ള അടുത്ത വാല്യൂയിലേക്ക് പോയി, അടുത്ത കിടക്കുന്നത് 3 ആണ്. സോ 3ഉം 3ഉം ഈക്വൽ ആണോ. അവിടെ വെച്ചിട്ട് ആ മാച്ചിങ് എന്ന് പറയുന്ന സംഭവം നടന്നു. സോ അവിടെ വെച്ചിട്ട് എനിക്ക് ആ വാല്യൂവിനെ എനിക്ക് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു, ഇത്രാമത്തെ ഇൻഡെക്സിൽ കിടക്കുന്ന വാല്യൂ 3 ആണ്, അല്ലെങ്കിൽ എനിക്ക് 3നെ ഈ അരയിൽ എനിക്ക് സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടി, ഇത്രാമത്തെ ഇൻഡെക്സിൽ എനിക്ക് 3 കിടക്കുന്നുണ്ടെന്ന് ഭയങ്കര സന്തോഷത്തെ ഞാൻ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇത് അതിൻ്റെ ഒരു സ്യൂഡോ കോഡ് ഞാൻ ചുമ്മാ ഒരു സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനറിൽ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നമുക്ക് ഏറ്റവും ആദ്യം ഒരു അരേനെ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യണം. അതിനകത്തേക്ക് ഈ പറയപ്പെടുന്ന രീതിയിലുള്ള വാല്യൂസിനെ നമുക്ക് ഇട്ട് കൊടുക്കണം. ഒരു ലൂപ്പിൽ ആയിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ പറയപ്പെടുന്ന ഏത് കീ എലമെൻറ്റിനാണ് സെർച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിക്കും. ആ എലമെൻറ്റിനെ സെർച്ച് ചെയ്യാനുള്ള വാല്യൂസിനെ നമ്മൾ എൻ്റർ ചെയ്യും. ദെൻ ഈ പറയപ്പെടുന്ന രീതിയിൽ ഓരോ വാല്യൂവിനെ എടുത്തിട്ട് നമ്മളൊരു ഇഫിലിട്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും, ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിലയിൽ 3 ആണോ അല്ലെങ്കിൽ എൻ്റെ കീ എലമെൻ്റ് ആണോ എന്ന് പറയുന്ന രീതിയിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കും. ആ കീ എലമെൻ്റ് ആണ് മാച്ചായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്കതിനെ ഫൈൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് കാണിക്കും. അല്ല, മാച്ചായിട്ട് എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഇതായിട്ട് പറയും, ഈ പറയപ്പെടുന്ന എലമെൻറ്റ് നോട്ട് ഫൗണ്ട്. എനിക്ക് ലാസ്റ്റ് വരെ നോക്കിയിട്ടും എനിക്ക് ഈ എലമെൻറ്റിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഈ പറയപ്പെടുന്ന എലമെൻറ്റിനെ എനിക്ക് കിട്ടിയില്ല, ഇറ്റ്സ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നു. സോ ഈ പറയപ്പെടുന്ന പ്രോഗ്രാം നമുക്കൊന്ന് ചെയ്തൊന്ന് നോക്കാം എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഞാനിപ്പോൾ അതിൻ്റെ സ്യൂഡോ കോഡും അതിൻ്റെ അൽഗോരിതം ജസ്റ്റ് പറഞ്ഞു. അതിൻ്റെ ഒരു ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്കിതിൻ്റെ ഒരു പ്രാക്ടിക്കലായി ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഞാനിവിടെ പുതിയൊരു പ്രോഗ്രാം നമ്മളിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. വേറൊന്നുമില്ല, പ്രോഗ്രാം എന്ന് പറയുന്നത് Gedit. ഞാനിവിടെ ഒരു ലീനിയർ സെർച്ചാണ്, ഞാനിപ്പോൾ search.c എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമായിട്ട് ഞാനിവിടെ കറസ്പോണ്ടിങ്ങിൽ ഞാനതിനെ ഓപ്പൺ ചെയ്തു. search.c-ക്കകത്താണ് നമ്മൾ ഈ പറയപ്പെടുന്ന പ്രോഗ്രാം ചെയ്യാനായിട്ട് പോകുന്നത്. സോ #include stdio.h. സോ int main function. ഇവിടെ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യണം. നമുക്കിവിടെ ഒരു അരേ നമുക്ക് വേണം. ആ അരയ്ക്കകത്തേക്കാണ് വാല്യൂസിനെ നമ്മൾ ഇടുന്നത്. സോ ഇവിടെ നമുക്ക് ഈ ഒരു അരേനെ നമ്മൾ ARR എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അരേ ആയതുകൊണ്ട് ARR ഓഫ്, ഞാനൊരു സൈസ് വേണമെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സൈസ് കൊടുക്കാം. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 എന്ന് പറഞ്ഞിട്ടുള്ള സൈസ് കൊടുക്കാം തൽക്കാലം അതിനകത്തേക്ക്. സോ ARR ഓഫ് 10 എന്ന് പറഞ്ഞു. ഇനി വേറെ ഏതെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓരോ ആൾക്കാരെ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാം, വരുന്നതനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. സോ ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആയി ഈ പറയപ്പെടുന്ന ഇതിനകത്തേക്ക് നമുക്ക് വിലകൾ നമുക്ക് എൻ്റർ ചെയ്യണം. സോ printf വിലകളെ എൻ്റർ ചെയ്യാനായിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് /n എൻ്റർ, നമുക്കിപ്പോൾ ഒരു 5 വാല്യൂസിനെ എൻ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു 8 വാല്യൂസിനെ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റർ 8 നമ്പേഴ്സ് എന്നെനിക്ക് പറയാം. സോ അങ്ങനെ 8 നമ്പേഴ്സിനെ എൻ്റർ ചെയ്യാനായിട്ട് പറഞ്ഞു. 8 നമ്പേഴ്സിനെ എൻ്റർ ചെയ്യാൻ പറയുമ്പോൾ 8 നമ്പേഴ്സിനെ സ്കാൻഫ് യൂസ് ചെയ്ത് വേണം ഗെറ്റ് ചെയ്യാനായിട്ട്. സോ സ്കാൻഫ് യൂസ് ചെയ്ത് അതിനെ ഗെറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 8 നമ്പറിനെ ഗെറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫോർ ലൂപ്പിനകത്തായിരിക്കണം ഇതിനെ കൊടുക്കേണ്ടത്. കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളിവിടെ i = 1, i <= 8, i ++ എന്ന് പറഞ്ഞ് ഞാനൊരു ലൂപ്പിൻ്റെ അകത്ത് ഞാൻ ഈ പറയപ്പെടുന്ന സ്കാൻഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അവിടെ ആയിരിക്കും കൊടുക്കുന്നത്.
സ്കാൻ എഫ് കീബോർഡ് വഴി എനിക്ക് സ്കാൻ ചെയ്തെടുക്കണം ഈ ഓരോ വാല്യൂസിനെയും. സോ പെർസെൻറ്റേജ് ഇൻറ്റിജർ ആയതുകൊണ്ട് പെർസെൻറ്റേജ് ഡി കൊടുക്കുന്നു. സോ ഓരോ വാല്യൂസിനെയും നമ്മളിവിടെ സ്കാൻ ചെയ്തെടുക്കുകയാണ്. ആംപർസാൻഡ് കറസ്പോണ്ടിംഗ്ലി ഇവിടെ എൻ്റെ അരയുടെ പേര് ARR എന്നാണ്. ARR ഓഫ് ഞാനിവിടെ ഐ എന്ന് പറഞ്ഞിട്ട് അതിന് ഇൻഡെക്സ് ചെയ്ത് കൊടുക്കണം. സോ ഇൻഡെക്സിങ്ങിൽ ആദ്യത്തെ വാല്യൂ ARR ഓഫ് 1ലേക്കായിരിക്കും ആദ്യത്തെ വില വന്ന് കയറുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം ARR ഓഫ് 2ലേക്കായിരിക്കും വരുന്നത്. ആ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് 8 വാല്യൂസിനെ അവിടെ സ്കാൻ ചെയ്ത് എടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. സോ ഇനി അടുത്തത് നമുക്ക് ഏത് വാല്യൂവിനെയാണ് ഇതിനകത്ത് നിന്ന് സെർച്ച് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതാണ് അടുത്തത്. സോ പ്രിൻ്റ്. സോ കറസ്പോണ്ടിംഗ്ലി നമ്മൾ യൂസറിൻ്റെ അടുത്ത് ചോദിക്കുവാണ് നമുക്ക് ഏത് വാല്യൂവിനെയാണ് നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ യൂസറിൻ്റെ അടുത്ത് ചോദിക്കുവാണ്. സോ യൂസർ അതിനനുസരിച്ചിട്ടുള്ള വാല്യൂവിനെ യൂസർ എൻ്റർ ചെയ്ത് തരും നമുക്ക്. സോ പ്രിൻ്റ് എൻ്റർ ദ കീ വാല്യൂ ടു സെർച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ചോദിച്ചു. സോ അവിടെ യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ നമുക്ക് സ്കാൻ ചെയ്ത് നമുക്ക് എടുക്കണം. സോ സ്കാൻ എഫ് പെർസെൻറ്റേജ് ടി ഇവിടെ ആയിരിക്കും നമ്മൾ കറസ്പോണ്ടിംഗ്ലി നമ്മളിപ്പോൾ ഒരു പുതിയൊരു വേരിയബിളിലേക്ക് നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് ഇതിനെയാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. അതിനെ നമുക്ക് കീ എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ആ ഒരു വേരിയബിളിനെ. സോ അതിലേക്കായിരിക്കും നമ്മൾ ഈ പറയപ്പെടുന്ന എൻ്റർ ചെയ്യുന്ന എലമെൻറ്റ് വരുന്നത്. ഇപ്പോൾ എനിക്ക് 3നെയാണ് സെർച്ച് ചെയ്യേണ്ടതെങ്കിൽ ആ വാല്യൂ കീ എന്ന് പറയുന്ന വേരിയബിളിലേക്കായിരിക്കും വന്നിരിക്കുന്നത്. സോ കീ എന്ന് പറയുന്ന പുതിയൊരു വേരിയബിളും ഐ എന്ന് പറയുന്ന വേരിയബിളും വന്നിട്ടുണ്ട്. ആ കാര്യം ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഈ പറയപ്പെടുന്ന അത് വർക്ക് ചെയ്യാനായിട്ട് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. കീ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് സ്കാൻ ചെയ്തെടുക്കാനായിട്ട് ഉള്ളത് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മുകളിൽ നമ്മൾ കൊടുത്തു. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കീ വാല്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെർച്ച് ചെയ്തെടുക്കേണ്ടത് ഇതാണ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇത് ഓരോന്നും ഈ പറയപ്പെടുന്ന അരയ്ക്കകത്ത് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അവിടെ ഡിസിഷൻ മേക്കിംഗ് ആണ് വരുന്നത്. ഇഫ് ARR ഓഫ് ഐ ഈക്വൽ ടു കീ ആണോ, കീ ആണെന്നുണ്ടെങ്കിൽ അതിനെ കിട്ടി എന്ന് പറഞ്ഞിട്ട് വരും. സോ അങ്ങനെ ARR ഓഫ് ഐ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഓരോ പ്രാവശ്യവും ഐയുടെ ഇൻഡെക്സിങ് മാറാൻ വേണ്ടിയിട്ട് അവിടെയും ഒരു ലൂപ്പിനകത്തായിരിക്കണം ഇത് വരേണ്ടത്. സോ അത് കാരണം കൊണ്ട് നമ്മളതും ഒരു ഫോർ ലൂപ്പിനകത്തായിരിക്കും കൊടുക്കുന്നത്. ഫോർ ഐ ഈക്വൽ ടു ഞാനത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ തന്നെ ടൈം കുറവായതുകൊണ്ട് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 പ്രാവശ്യത്ത് കറങ്ങണം. അത് കാരണം കൊണ്ട് 8 എന്ന് പറഞ്ഞു കൊടുത്തു. കറസ്പോണ്ടിംഗ്ലി നമുക്ക് ഇവിടെ നമുക്കാണ് ചെക്കിംഗ് ആണ് നമുക്ക് നടത്തേണ്ടത്. ഇഫ് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഇഫ് ഈ പറയപ്പെടുന്ന രീതിയിൽ ARR ഓഫ് ഐ എന്ന് പറയുന്നത് ARR ഓഫ് ഐ എന്ന് പറയുന്ന ഇനീഷ്യലി ഐയുടെ വില 1 ആയിരിക്കും. അത് കഴിയുമ്പോൾ ഐയുടെ വില 2 ആയിരിക്കും. അങ്ങനെ ഓരോ പ്രാവശ്യം ഐയുടെ വില മാറിക്കൊണ്ടിരിക്കും. അത് ഈക്വൽ ടു ഈ പറയപ്പെടുന്ന രീതിയിൽ നമുക്ക് കീ വാല്യൂ ആണോ എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്തു. കാരണം എനിക്ക് സെർച്ച് ചെയ്ത് കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 3 ആണെങ്കിൽ അത് ഞാൻ ഗെറ്റ് ചെയ്തിരിക്കുന്നത് സ്കാൻ എഫ് യൂസ് ചെയ്ത് ഗെറ്റ് ചെയ്തിരുന്ന കീയിലേക്കാണ്. സോ ഇവിടെ ഞാൻ ചെക്ക് ചെയ്യുന്നു ARR ഓഫ് ഐയുടെ വില എന്ന് പറയുന്നത് കീ ആണോ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുന്നു. സോ അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷം, എനിക്ക് എൻ്റെ എലമെൻറ്റ് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് എനിക്ക് അവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. സോ പ്രിൻ്റ് എഫ് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഈ എലമെൻറ്റിനെ എനിക്ക് കിട്ടി. എലമെൻറ്റ് ഫൗണ്ട് എലമെൻറ്റ് നമുക്കിപ്പോൾ ഏത് എലമെൻ്റ് ആണെന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. എലമെൻറ്റ് പെർസെൻറ്റേജ് ഡി ഈസ് UN ഫൗണ്ട് ഇൻ ഏത് പൊസിഷനാണെന്നുള്ളതും കൂടി വേണമെങ്കിൽ പറയാം. സോ പെർസെൻറ്റേജ് ഡി പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി ഞാനതൊന്ന് ലെങ്തി ആയിട്ട് എഴുതിയെന്ന് മാത്രം. വേണമെങ്കിൽ എലമെൻറ്റ് ഫൗണ്ട് എന്ന് പറഞ്ഞ് ചുമ്മാ പ്രിൻ്റ് ചെയ്ത് കാണിച്ചാലും മതി. സോ എലമെൻറ്റ് പെർസെൻറ്റേജ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് എലമെൻ്റാണ്. സോ അവിടെ വരുന്നത് കീ എലമെൻ്റാണ്. സോ കീ വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ എലമെൻറ്റ് ആ കീ വാല്യൂ കോമ പിന്നെ ഏത് പൊസിഷനാണ് എന്നുള്ള കാര്യമാണ് അടുത്തത് വരേണ്ടത്. സോ എനിക്കിവിടെ വരുന്ന പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ith പൊസിഷനിലാണ് എനിക്കത് കിട്ടിയിരിക്കുന്നത്. സോ എനിക്കവിടെ ith പൊസിഷനിൽ എനിക്കത് കിട്ടി എന്നുള്ള കാര്യം ഞാനവിടെ പരാമർശിച്ചു. സോ കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കിവിടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീണ്ടും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ വീണ്ടും വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സെർച്ച് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാം. സോ എനിക്കിവിടെ കീ നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ എൽസിനകത്ത് നമ്മൾ കൊണ്ടുവന്ന് എഴുതാമെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ളൊരു തെറ്റിദ്ധാരണ വേണമെങ്കിൽ ഉണ്ടാകും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഏറ്റവും ആദ്യം ഞാൻ എൻ്റർ ചെയ്ത 3യും ഈ പറയപ്പെടുന്ന രീതിയിലുള്ളൊരു വാല്യൂ തമ്മിൽ ഞാൻ ചെക്ക് ചെയ്തു. 6 ആണ് എൻ്റെ വാല്യൂ. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് വരും? ഞാൻ എൻ്റെ LC കൊണ്ടുവന്ന് കീ നോട്ട് ഫൗണ്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം 3യും 6ഉം തമ്മിൽ സെർച്ച് ചെയ്തു. ഇത്
രണ്ടും ഈക്വൽ അല്ലാത്ത കാരണം കൊണ്ട് കീ നോട്ട് ഫൗണ്ട് എന്ന് വരും. വീണ്ടും 3 9 നമ്മൾ സെർച്ച് ചെയ്യുന്നു, അത് രണ്ടും ഈക്വൽ അല്ലാത്തതുകൊണ്ട് വീണ്ടും എനിക്ക് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞു വരും. സോ അങ്ങനെ ഒരു ലോജിക്കല്ല ഇവിടെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. പകരം ഒരു പ്രാവശ്യം കീ കിട്ടിയെന്നുണ്ടെങ്കിൽ, നമ്മൾ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഞാനിവിടെ പുതിയൊരു വാല്യൂവിനെ തൽക്കാലം എനിക്കതിനെ ഫ്ലാഗ് എന്ന് വിളിക്കാൻ വേണമെങ്കിൽ FL ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുതിയൊരു വാല്യൂവിനെ ഞാനവിടെ സെറ്റ് ചെയ്ത് വെച്ചു. സോ ഇനീഷ്യലി ഫ്ലാഗ് ഈക്വൽ ടു 0 ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ ഫ്ലാഗ് ഫ്ലാഗ് ഈക്വൽ ടു 0, അതായത് വേറെ ഒന്നുമില്ല, ഇത്ര ചിന്തിച്ചാൽ മതി. നമ്മൾ തുടക്കത്തിൽ ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമ്മൾ താത്തി കെട്ടിയേക്കുമായിരുന്നു. നമ്മളിപ്പോൾ കൊടിയെന്ന് തന്നെ വേണമെങ്കിൽ ഉദ്ദേശിക്കാം. സോ ഫ്ലാഗിന് നമ്മൾ താത്തി കെട്ടിയേക്കുമായിരുന്നു. നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ പറയപ്പെടുന്ന രീതിയിൽ കീ എലമെൻറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മൾ ഫ്ലാഗിനെ നമ്മൾ പൊക്കി കെട്ടി. ഓക്കെ, സോ അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് നമ്മളിപ്പോൾ ഈ പറയപ്പെടുന്ന ഫ്ലാഗ് എന്ന് പറയുന്നത്. ഈ ഫ്ലാഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാത്രമല്ല കേട്ടോ പ്രോഗ്രാം എഴുതാൻ പറ്റുള്ളൂ, വേറെ ഇഷ്ടം പോലെ കോൺസെപ്റ്റിൽ പ്രോഗ്രാം എഴുതാൻ. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലാഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണെന്ന് മാത്രം. സോ ഇനീഷ്യലി നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഫ്ലാഗിനെ നമ്മൾ താത്തി കെട്ടിയേക്കുമായിരുന്നു. നമുക്ക് ഇവിടെ വെച്ചിട്ടൊരു എലമെൻറ്റിന് നമ്മൾ കിട്ടി, ഇപ്പോൾ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആക്കി ഫ്ലാഗിനെ നമ്മൾ പൊക്കി കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റിൽ നിങ്ങൾ എടുത്താൽ മതി. സോ അങ്ങനെ കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പറയപ്പെടുന്ന പ്രോഗ്രാം നമുക്ക് ലൂപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഈ ഫോർ ലൂപ്പെല്ലാം തീർന്നു കഴിയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു കാര്യം ഇവിടെ ചെക്ക് ചെയ്യാം. ഇഫ് ഫ്ലാഗ് ഈക്വൽ ടു 0 ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഈ ലൂപ്പ് മൊത്തം വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഫ്ലാഗ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനർത്ഥം ഒരു പ്രാവശ്യം പോലും ഈ ഇഫിനകത്ത് ഇത് കയറിയില്ല എന്നാണ് അതിനർത്ഥം. അതായത് ഒരു പ്രാവശ്യം പോലും നമുക്ക് ആ കീ വാല്യൂവിനെ അവിടെ കണ്ടെത്താൻ പറ്റിയില്ല എന്നാണ് അതിനർത്ഥം. സോ നമുക്ക് ഫ്ലാഗ് ഈക്വൽ ടു 0 ആണ് എന്നുണ്ടെങ്കിൽ ഞാനവിടെ പറയും എനിക്ക് കീ നോട്ട് ഫൗണ്ട്, എനിക്ക് കീ കിട്ടിയില്ല. printf കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് പറയാം എനിക്ക് കീ അവിടെ കിട്ടിയില്ല എന്ന് പറയുന്നത്, എലമെൻറ്റ് നോട്ട് ഫൗണ്ട്. എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് പറയാനായിട്ട് എനിക്ക് സാധിക്കും. സോ എനിക്കവിടെ എലമെൻറ്റ് കിട്ടിയില്ല എന്നുള്ള കാര്യം ഞാനവിടെ പരാമർശിച്ചു. സോ ഈ പറയപ്പെടുന്ന രീതിയിൽ എലമെൻറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ എനിക്കവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുമെന്ന് പറയുന്ന പോലെ തന്നെ എലമെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും എനിക്കിവിടെ കറസ്പോണ്ടിംഗ്ലി ഈ പറയപ്പെടുന്ന ഫ്ലാഗ് എന്ന് പറയുന്ന ടെക്നിക്ക് വെച്ചിട്ട് ഞാനതിൽ കിട്ടിയില്ല എന്നുള്ള കാര്യം ഞാനത് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. ഞാൻ സേവ് ചെയ്തിട്ട് ഞാനതൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. GCC സ്പേസ് search.c എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ പ്രോഗ്രാം. അവിടെ ഒരു എറർ കൊടുത്തിട്ടുണ്ട്, ഒരു ടോക്കൺ മിസ്സിംഗ് ആണ്, ലൈൻ 9ലാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ലൈൻ 9ൽ എന്താണ് മിസ്സിംഗ് എന്നുള്ളത്, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏതൊരു സെമിക്കോളനാണ് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് സ്കാനഫിൻ്റെ ഇവിടെയാണ് നമ്മുടെ കറസ്പോണ്ടിംഗ്ലി നമ്മുടെ ഒരു സെമിക്കോളൻ നമുക്ക് മിസ്സിംഗ് ആയിരുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ എറർ. സേവ് ചെയ്തിട്ട് ഒന്നുകൂടി ക്ലോസ് ചെയ്തിട്ട് വീണ്ടും എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ GCC സ്പേസ് search.c, പ്രത്യേകിച്ച് നമുക്ക് എറേഴ്സ് ഒന്നുമില്ല. നമ്മുടെ പ്രോഗ്രാം ഇനി വർക്ക് ചെയ്യണ്ടോ എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. സോ നമുക്ക് അതിനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് .a.out എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്തു. 8 നമ്പേഴ്സിനെ എൻ്റർ ചെയ്യാനായിട്ട് പറഞ്ഞു. ഞാനിവിടെ എൻ്റർ ചെയ്യാണ് 5 4 2 8 6 9 10 1 എന്ന് പറഞ്ഞ് 8 നമ്പേഴ്സിനെ ഞാനിവിടെ എൻ്റർ ചെയ്തു. ഏതെങ്കിലും ഒരു കീ വാല്യൂവിനെ സെർച്ച് ചെയ്യാനായിട്ട് പറഞ്ഞു. ഞാനിവിടെ 10 എന്ന് പറയുന്ന വാല്യൂവിനെയാണ് കീ വാല്യൂ ആയിട്ട് കൊടുത്തേക്കുന്നത്. എലമെൻറ്റ് 10 ഫൗണ്ട് ഇൻ ദ 7th പൊസിഷൻ. എൻ്റെ 7ാമത്തെ പൊസിഷനിലാണ് എനിക്കിവിടെ 8 നമ്പേഴ്സിന് എൻ്റർ ചെയ്തതിൽ ഉള്ളത്. ഇപ്പോൾ 7ാമത്തെ പൊസിഷനിൽ എനിക്ക് 10 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വളരെ കൃത്യമായിട്ട് പ്രിൻറ്റ് ചെയ്ത് വന്നു. ഇനി ഒരു എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഞാൻ ഒന്നുകൂടി അതിനെ ഒന്ന് റൺ ചെയ്യുകയാണ്. സെയിം തന്നെ വാല്യൂസ് വേണമെങ്കിൽ കൊടുക്കാം. 5 4 2 8 6 9 10 1 എന്നുള്ള വാല്യൂസായിരുന്നു ഞാൻ ആദ്യം കൊടുത്തു. അതേ വാല്യൂസ് തന്നെ ഞാൻ കൊടുത്തു. ഇതിനകത്തൊന്നും ഇല്ലാത്ത ഒരാൾ തൽക്കാലം 0 ആണ്. സോ 0 കൊടുത്തു, എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് വന്നു. സോ ഇവിടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എങ്ങനെയാണ് ലീനിയർ സെർച്ച് എന്ന് പറയുന്നതിൻ്റെ ടെക്നിക്ക് വർക്ക് ആകുന്നത്, എങ്ങനെയാണ് ലീനിയർ സെർച്ച് വെച്ചിട്ടുള്ള സെർച്ചിങ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടുമ്പോൾ അത് ഇന്ന പൊസിഷനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചത് എങ്ങനെയാണ്. ഇന്ന പൊസിഷനിലുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നതിൻ്റെ ടെക്നിക്ക് നമ്മളിവിടെ യൂസ്
യൂസ് ചെയ്തതും അതിനനുസരിച്ചൊരു ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വെച്ചിട്ടായിരുന്നു. ഫ്ലാഗ് എന്ന് പറയുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പറയപ്പെടുന്ന സെർച്ചിങ് മെക്കാനിസം നമുക്ക് ലീനിയർ സെർച്ച് വെച്ചിട്ട് ചെയ്യാനായിട്ട് ഏതൊരു എലമെൻറ്റ് ഇന്ന പൊസിഷനിലുണ്ടെന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. സോ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.